ഹായ് ഓൾ, ഇറ്റ്സ് സൺഡേ മോർണിംഗ്. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ബീഫ് കറി ചെയ്യുന്നത്. എല്ലാ സൺഡേയും ഒരുപോലത്തെ റെസിപ്പി തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത്തവണ ബീഫ് കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ബീഫ് കറിയാണ്. നിലൂന് അപ്പം മിൽക്കും ഷുഗറും ചേർത്ത് കൊടുത്തു. കുക്കുവിന് അപ്പവും ഷുഗറും മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചു. അവൻ പാലും കുടിച്ചു. ബീഫ് കറി റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഞാൻ ഫ്രൈ ചെയ്യാത്തൊരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നത്. 10 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസ്. 1.25 ഗ്ലാസ് അരിക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒരു വലിയ പാത്രത്തിലെടുത്ത് അതിലാണ് എടുക്കുന്നത്. അരി ഒട്ടിപ്പിടിക്കാതെ കിട്ടാനായിട്ട് ഒരു ഹാഫ് ലൈം ചേർത്തിട്ടുണ്ട്. മുഴുവൻ മസാലകളായ പട്ടയും ഗ്രാമ്പും ഒരു തക്കോലും ഒക്കെ ചേർത്തിട്ടുണ്ട്. അരി തിളച്ച് കഴിഞ്ഞാൽ അടച്ചിടാം. കൈമ റൈസ് പെട്ടെന്ന് തിളച്ചോളും. ബീൻസ് ഇല്ലായിരുന്നതുകൊണ്ട് ലില്ലിയം ചേർത്തുനിന്ന് 3 അമരമ്പയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ടറിൽ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അമരമ്പയറിന് വേവ് ഉള്ളതുകൊണ്ട് റൈസ് കാസറോളിലേക്ക് ആക്കി അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സീസണിങ് ആയിട്ട് മല്ലിയിലയും പിന്നെ നമ്മൾ സോട്ട് ചെയ്ത നട്ട്സും സവാളയും കൂടി ഇട്ട് കൊടുത്ത് ഫ്രൈഡ് റൈസ് റെഡിയായി. കാറ്റഗീസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സേറമോളെത്തി. മതമില്ലാതെ വളരുന്ന എൻ്റെ മക്കളെക്കുറിച്ചും ഞങ്ങളുടെ സൺഡേയിലെ വിശേഷങ്ങളും ഒക്കെ ചേർത്ത് ദ നെറ്റോസ് എന്ന ചാനലിൽ ലോങ് വീഡിയോ ഉണ്ട്, കണ്ട് സപ്പോർട്ട് ചെയ്യുക.